ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമ്മുടെ എക്സാമിനേഷൻ ആക്ച്വലി വരാൻ പോകുകയാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ഓണം എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ സയൻസിനെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സാറേ, ഫസ്റ്റിലെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മക്കളാണ് അവരുടെ ആദ്യത്തെ ഒരു മെയിൻ എക്സാം പോലെ എഴുതുന്നത്. അപ്പോൾ അവർ യൂണിറ്റ് ടെസ്റ്റ് എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം, സീരീസ് എക്സാമുകളൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൽ എത്ര ചാപ്റ്റേഴ്സുകൾ ഇവർക്ക് പഠിക്കാനായിട്ട്? 6 ചാപ്റ്ററുകളാണ്. ഈ 6 ചാപ്റ്ററിൽ തന്നെ എല്ലാ ചാപ്റ്ററും നമുക്ക് പഠിക്കേണ്ടതുണ്ടോ? ഇല്ല, ഓർഡറിലാണ് അത് വരുന്നത്? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ അവിടെ ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് സാർ വരുന്നത്? 1, 2, 3 ചാപ്റ്ററുകൾ. 1, 2, 3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ തന്നെയാണ് വരുന്നത്. കറക്റ്റ് ഓർഡറിലാണ്. അങ്ങനെയാണെങ്കിൽ ജിയോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെയാണ് നമുക്കൊരു മാറ്റം വരുന്നത്. 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ പരീക്ഷയ്ക്കില്ല. പകരം 4ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ പലപ്പോഴും ആലോചിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ 4ാമത്തെ, അതായത് 3ാമത്തെ എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്തുന്നത്? മകളെ, 3ാമത്തെ സ്കിപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 3ാമത്തെ ചാപ്റ്ററും ജിയോഗ്രഫിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും ജിയോഗ്രഫിയുടെ ഉള്ളിൽ ജിയോഗ്രഫിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, എക്കണോമിക്സിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ 1, 2, 3 എന്ന് പറയുന്ന ജിയോഗ്രഫിയുടെ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് ഒരേ സമയം ജിയോഗ്രഫിയും എക്കണോമിക്സും കൂടെ പരീക്ഷയിൽ ആഡ് ആവണം എന്ന ആവശ്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 1, 2, 4 എന്ന് പറയുന്ന ഓർഡറിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ 2ാമത്തെ ചാപ്റ്റർ ക്ലൈമാറ്റിക് റീജിയൻസ്, ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് 3ാമത്തെ ചാപ്റ്റർ നെക്സ്റ്റ് വരുന്നത്. സോ അതൊക്കെ തന്നെയാണ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക 6 ചാപ്റ്റേഴ്സുകളാണുള്ളത്. സാറേ, ഇതിൽ ജിയോഗ്രഫി വേറെ, അതുപോലെ തന്നെ ഹിസ്റ്ററി വേറെ എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഉണ്ടാവുമോ? ഇല്ല, അത് പല കമന്റ് ബോക്സിലുള്ള ഇതാണ്. 2 രീതിയിലേക്ക് സെപ്പറേറ്റ് ഇല്ല എന്നുള്ളതാണ് അല്ലേ? കാരണം എല്ലാം ഒരുമിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇപ്പൊ ഇവരാണെങ്കിൽ 9ാം ക്ലാസ്സിൽ എക്സാം എഴുതിയാണ്. 9ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? മിക്സ് ചെയ്തിട്ടല്ലേ. അപ്പൊ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യൻ മേ ബി ഹിസ്റ്ററി ആയിരിക്കാം, 2ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരിക്കാം, ജിയോഗ്രഫി ആയിരിക്കാം. അങ്ങനെ അതിലെന്തെങ്കിലും മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം എന്താ, എത്ര ചോദ്യം ഉണ്ടാവും? കാരണം കുട്ടികൾക്ക് ഒരു ആകാംക്ഷ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 31 ചോദ്യങ്ങൾ തന്നെ കാണാൻ പറ്റും. ശരിക്കും 31 ചോദ്യങ്ങളല്ല, 31 ചോദ്യങ്ങളും അതിന്റെ എല്ലാം ചിലതിന്റെ ഒക്കെ ഓർ ക്വസ്റ്റ്യനുകളും ആഡ് ചെയ്തിട്ട് ഏകദേശം 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. മക്കൾ ഓർത്ത് വെച്ചാൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ടത് 80 മാർക്കാണ്. അപ്പോൾ വേറെ സംശയം വരും, സാറേ ഓർ ക്വസ്റ്റ്യനുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടെ സമാധാനമായി. കാരണം രണ്ടും ഞങ്ങൾ എഴുതിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. അതെ, ഓർ ക്വസ്റ്റ്യൻസുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും, അതും കൂടി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അങ്ങനെയല്ല മക്കളെ, അങ്ങനെയല്ല. ഏതെങ്കിലും ഒന്നിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. എന്ന് വെച്ചാൽ അതിന്റെ രീതി ഉണ്ടാവും. ഉദാഹരണമായിട്ട് 14ാമത്തെ ചോദ്യം, 1ാമത്തെ ചോദ്യം എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബി അറ്റൻഡ് ചെയ്യാം. അതിൽ നിങ്ങൾ ഏത് അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അറിയുന്ന ആൻസർ ഏതാണോ അത് മാത്രം മക്കൾ അറ്റൻഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യേണ്ട, 2ാമത്തേനെ നിങ്ങൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യേണ്ട. അതിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിന്നാലുള്ള പ്രശ്നം എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. സോഷ്യൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, ഈ സോഷ്യൽ ഇപ്പോൾ ഇനി പഠിക്കുന്ന കുട്ടികൾ, കുറെ കുട്ടികളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രിക്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നാണ് സാറിന്റെ അഭിപ്രായം? ഇനി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മാസം കഴിയാറായി. അടുത്ത മാസം 10-13 കൂടെ നമ്മുടെ എക്സാമിനേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ജിയോഗ്രഫി 1ാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല രീതിയിലാണ് ശരിക്കുള്ളത്. ഒന്ന് നമ്മൾ പഠിക്കും, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പഠിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ലാതെ ഒന്ന് റിവൈസ് ഒരു വായിച്ചു നോക്കാൻ വേണ്ടി. 2ാമത് നമ്മൾ പഠിക്കും, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പഠിക്കുന്ന പരിപാടി. അതൊരു വേറെ രീതി പഠിത്താണ്. 3ാമത്തെ രീതി ഉള്ളത് എക്സാം എഴുതാൻ വേണ്ടി പഠിക്കും. ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ, വായിച്ചു നോക്കിയ സാധനം പിന്നെ ഓർമ്മയിലുണ്ടാവില്ല. ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പഠിച്ച സാധനം ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് എഴുതാൻ മറന്നു പോകും. യൂണിറ്റ് ടെസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ച കാര്യം അതോടുകൂടെ മറന്നു പോകും. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി മുതൽ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും ഇനി ഒരു റിവിഷന് സമയം നിങ്ങൾക്കില്ല എന്ന ഉറപ്പോടു കൂടെയാണ് പഠിച്ചു തീർക്കേണ്ടത്. എന്നുവെച്ചാൽ ആ പാഠം പഠിക്കുന്ന സമയത്ത് അതിന്റെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കാം. അതിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റാലും മൈൻഡ് മാപ്പ് ഒക്കെ. അതെ, ഈ മൈൻഡ് മാപ്പ് ഒക്കെ എങ്ങനെയാണ് സാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ആ ഒരു ബെനിഫിറ്റിൽ? മക്കളെ, നമുക്കറിയാലോ സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചായിട്ടുള്ള അസ്ത്ര ബാച്ചിനകത്ത് ഇൻഫിനിറ്റി പ്രോ ഒക്കെ എടുത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഇൻഫിനിറ്റിയിലും ഇൻഫിനിറ്റി പ്രോക്കാർക്കും അവൈലബിൾ ആണ്. ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇൻസ്റ്റാളിൽ വളരെ ഷോർട്ട് ആക്കിയിട്ടൊക്കെയാണല്ലേ. ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ വളരെ ഷോർട്ട് ആക്കിയിട്ട് തരികയാണ്. അതേസമയം മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന സമയത്ത് 1-2 പേജുകളിലേക്ക് അതിലെ മേജർ പോയിന്റ്സിനെ മാത്രം എന്ന് വെച്ചാൽ നമ്മൾ റാപ്പിഡ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആക്ച്വലി മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ ഇതിനെല്ലാം വളരെ പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങളോട് വീണ്ടും പറയാനുള്ള കാര്യം ഇതാണ്, ഏറ്റവും കൂടുതൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം കോൺഫിഡൻസോട് കൂടെ പോകണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കംപ്ലീറ്റ് വീഡിയോസും എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലൈവുകളും വേറെ ഷോർട്ട് വീഡിയോസും എല്ലാം തന്നെ ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പൈസ, പല കുട്ടികൾക്കും ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ, ഒരു ദിവസം 2 എക്സാം വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സാധനം മേ ബി വരാൻ ചാൻസ് ഉണ്ട്. കാരണം 13-ാം തീയതി പരീക്ഷ തുടങ്ങിയിട്ട് 21-ാം തീയതിയോട് കൂടെയാണ് എന്തെങ്കിലും ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ അവസാനിക്കുന്നത്. ഒരു ദിവസം ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ 10 ദിവസം നമുക്ക് വേണം, അത് അതിനിടയിലില്ല. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകൾ ചെയ്യും പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്താ അറിയോ, ആ 2 സബ്ജക്റ്റും ഇല്ലാതാവും. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയും സോഷ്യലും കൂടെ ഒരുമിച്ച് വന്ന്, ഹിന്ദിയും സോഷ്യലാണോ ബയോളജിയും സോഷ്യലാണോ എന്ന് അറിയാം, 40 മാർക്കിന് 80 മാർക്കിന്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുട്ടികൾ ഭയങ്കര കൺഫ്യൂഷനാവും, ഇത് എന്ത് ചെയ്യും. കാരണം 2 സബ്ജക്റ്റുകൾ, അത് ഒന്ന് വലിയ സബ്ജക്റ്റുമാണ്, ഒന്ന് 40 മാർക്കിൻ്റെ സബ്ജക്റ്റ്, ഇതെല്ലാം കൂടെ 120 മാർക്കിന് അവർ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽറ്റി ഒക്കെ ആയിട്ട് ഫേസ് ചെയ്യുന്ന കാര്യമാണ്. സോ അതീ കൊല്ലവും പ്രതീക്ഷിക്കാം. അതിപ്പോൾ മാത്രമല്ല, ഇത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം, മോഡൽ എക്സാമിന് പ്രതീക്ഷിക്കാം. ബട്ട് മെയിൻ എക്സാമിനേഷന് കമ്പാരിറ്റീവ്ലി അതിനുള്ള സാധ്യത കുറവാണ്. ബട്ട് ബാക്കിയുള്ളതിനെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ മക്കൾ നന്നായിട്ട് പഠിക്കുക, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂടെ തന്നെ അൾട്ടിമേറ്റ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ലാസ്റ്റായി സൂചിപ്പിക്കുകയാണ്, അസ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുടെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 995400 800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് അവിടെ ലൈവിൽ കാണാം.